വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആളുകളും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. എന്നാൽ വെയിറ്റ് ലോസ് മാത്രമല്ല ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്ക് ശരീരഭാരം കൂട്ടുവാനും അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ കഷ്ടപ്പെട്ട് നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരഭാരം കൂട്ടുവാനും കഷ്ടപ്പെട്ട് ഒരുപാട് മാർഗങ്ങൾ സ്വീകരിച്ച് പരാജയപ്പെട്ട നിരവധി ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ശരീരഭാരം കൂട്ടുവാൻ സിമ്പിളായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1. പ്രൊഡക്റ്റിൻ്റെ യൂസേജ് കറക്റ്റ് ആയിരിക്കണം. 2. കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. 3. നിങ്ങളുടെ ഡയറ്റ് കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ നോക്കാൻ റെഡിയാവണം. എന്നാൽ മാത്രമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രോഗ്രാം വളരെ എളുപ്പത്തിൽ സാധ്യമാകത്തുള്ളൂ. അതുകൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ശരീരഭാരം കുറയ്ക്കുന്നത് പോലെ എളുപ്പമല്ല ശരീരഭാരം കൂട്ടുവാൻ. അത് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ശരീരഭാരം കൂട്ടുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ശരീരഭാരം കൂട്ടുവാൻ സാധിക്കത്തുള്ളൂ. നോർമൽ ഒരു കേസിൽ കൃത്യമായി പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, കൃത്യമായി ഡയറ്റ് ഫോളോ ചെയ്യുക, കൃത്യമായി കോച്ചുമായിട്ടുള്ള ഫോളോ അപ്പിൽ നിരന്തരം ഇരിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ തന്നെ ഒരു മാസത്തിൽ നിങ്ങൾക്ക് 3 മുതൽ 4 കിലോഗ്രാം വരെ ഭാരം കൂട്ടുവാൻ സാധിക്കുന്നതാണ്. ഹെർബാലൈഫ് പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ശരീരഭാരം കൂട്ടുവാനായിട്ടുള്ള ഡയറ്റ് വളരെ ബ്രീഫായിട്ട് ഇവിടെ ഒന്ന് പറയാം. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ കാലറീനെ കുറച്ചാൽ മാത്രമാണ് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മുടെ ശരീരത്തിലെ കാലറീനെ ഉയർത്തിയാൽ മാത്രമാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ സാധ്യമാകത്തുള്ളൂ. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന വ്യക്തികൾ തുടക്കത്തിൽ ഉപയോഗിക്കേണ്ട പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1 ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഷേക്ക് മിക്സ്. സെക്കൻഡ് 1 പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ. തേർഡ് 1 ഷേക്ക് മേറ്റ്. ഫോർത്ത് 1 എഫ്രഷ് എനർജി ഡ്രിങ്ക്. ഇത്രയും പ്രോഡക്ട്സ് ആണ് തുടക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എന്തെങ്കിലും പ്രോഡക്ട്സ് ഉപയോഗിക്കണമെങ്കിൽ ഒരു ബോഡി ക്ലീനിങ്ങും അതുപോലെ ഫോളോ അപ്പ് ഒരു ട്രാക്കിലോട്ട് എത്തിയതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇനി തുടക്കത്തിലെ ഡയറ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് വെയിറ്റ് ഗെയിൻ പ്രോഗ്രാമിട്ട് വരത്തുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 10 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിക്കുക. സ്നാക്സ് എന്ന് പറഞ്ഞാൽ വറുത്തും പൊരിച്ചും അല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ്, നട്ട്സ് അതുപോലെ ഫ്രൂട്ട്സ് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അത് പ്രോപ്പറായിട്ട് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതിനുശേഷം നോർമലി ഉച്ചയ്ക്ക് ലഞ്ചാണ് കഴിക്കേണ്ടത്. ലഞ്ചിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം കൃത്യമായ അളവിൽ പ്രോപ്പറായിട്ട് കഴിക്കുക. അതിനുശേഷം 4 മണിക്ക് നോർമലി നമുക്കൊരു എഫ്രഷ് കുടിക്കാം. അതുപോലെ തന്നെ രാവിലെ കഴിച്ച പോലെ തന്നെ ഹെൽത്തി സ്നാക്സ് കഴിക്കാം. പിന്നെ ഉള്ളത് ഈവനിങ് ഡിന്നറാണ്. ഡിന്നറിൻ്റെ ടൈം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഡിന്നറിന് എടുക്കേണ്ടത് നമ്മൾ നോർമൽ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ്. ഡിന്നറിന് മുൻപോ പിൻപോ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് എഗെയിൻ വീണ്ടും കാലറി അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണക്രമം ഇതാണ്. രാവിലെ ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഇടനേരത്തെ ഒരു ഹെൽത്തി സ്നാക്സ്, ഉച്ചയ്ക്ക് ലഞ്ച്, അതുപോലെ തന്നെ 4 മണിക്ക് ഒരു ഹെൽത്തി സ്നാക്സ്, അതുപോലെ തന്നെ ഈവനിങ് ന്യൂട്രീഷൻ ഷേക്ക്. അതിന് ശേഷമോ മുൻപോ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ഹെൽത്തി സ്നാക്സ്. അപ്പോൾ ഒരു ദിവസത്തെ ഭക്ഷണക്രമം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 നേരമാണ് ഭക്ഷണം നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത്. ഈ ഭക്ഷണം ഇൻടേക്ക് ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണെന്ന് ഇവിടെ പറയാത്തതിന് മെയിൻ കാരണം, വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന വ്യക്തികൾ കറക്റ്റായിട്ട് ബോഡി മെഷർമെൻറ്റ്സും ബോഡി കണ്ടീഷനും കോച്ചുകൊണ്ട് ഷെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഡയറ്റ് ഡിസൈൻ ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. ഇവിടെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഡയറ്റ് പറഞ്ഞ് നിങ്ങളത് കേട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് വളരെ ബ്രീഫായിട്ട് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെ കഴിക്കാം, എത്ര നേരമാണ് കഴിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കോച്ചിനോട് ഡിസ്കസ് ചെയ്യുക. കോച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാർട്ട് ചെയ്തിട്ട് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സിമ്പിളായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് നല്ല രീതിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, കോച്ച് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ റെഡി ആണെങ്കിൽ ഒരു മാസത്തിൽ 3 to 4 കിലോ വെയിറ്റ് സിമ്പിളായിട്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് റൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് വെയിറ്റ് ഗെയിനിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ കോമൺ ആയിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരിക്കാം, എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.